എന്താ പറയുക, സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷം ഉണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് ആ ഇറങ്ങാൻ നേരത്തൊക്കെ ഉള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് മാറിക്കിട്ടി. ഇപ്പോൾ നമ്മളൊന്ന് ഫ്രീ ആയിട്ടുണ്ട് അല്ലേ? വളരെ സന്തോഷം. അത് മറ്റുള്ള പെണ്ണിൻ്റെ ഹസ്ബൻഡിനെ തട്ടിയെടുത്താൽ അത് ഭയങ്കര സന്തോഷമാണ്. അതേപോലെ മറ്റുള്ള ഹസ്ബൻഡുമാരെ വൈഫിനെ തട്ടിയെടുത്താൽ തിരിച്ചും അയാൾക്ക് സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഇവർ രണ്ടാൾ ഫുൾ ഹാപ്പിയാണ്. കാരണം രണ്ടാളെ, ഒരാൾ ഭാര്യനെ ഉപേക്ഷിച്ചു വന്ന്, ഒരാൾ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വന്നിട്ട് ഇവർ രണ്ടാൾ കല്യാണം കഴിച്ചിട്ട് ഭയങ്കര സന്തോഷം. ഇവനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ, ജിഷിൻ, വരദയുടെ ഭർത്താവ്. എന്താ പറയുക, നല്ലൊരു മുഹൂർത്തം എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ആ താലി ചാർത്താൻ വേണ്ടി സാധിച്ചു. ഒരുത്തിയുടെ കഴുത്തിൽ ഇതുപോലെ താലി ചാർത്തി അവൾക്ക് കുട്ടികളെ ആക്കി കൊടുത്തിട്ട് അവിടെ നിന്ന് മുങ്ങി. ഇനി എത്ര കാലം ഈ താലി ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിന്ന് ചാർത്തിയ താലി ഇവളുടെ കഴുത്തിൽ ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയാം. സന്തോഷം. ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ ഒരു സ്ലോട്ട് ടൈം മാറി, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായി. പിന്നെ ചോദ്യം കുറച്ച് നാളൊന്നുമല്ല, 2 years ആയി. ഒരു ഊളുപ്പില്ലാത്ത ജന്മങ്ങൾ. അവൾ പറയുന്നിട്ടില്ലേ, കുറച്ച് നാളെന്നല്ല, 2 years ആയി. 2 years, 2 വർഷം. 2 വർഷത്തെ പ്രണയമായത്. ഇവ കല്യാണം കഴിച്ചിട്ട് കുറേ നാളായി. വരദ എന്ന് പറയുന്ന ഇങ്ങനെ സീരിയൽ നടിയാണ്. അവളെ ഉപേക്ഷിച്ചിട്ട് ഇപ്പം ഇവളെ വയ്യെ വന്നത്. അപ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ വിവാഹം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിനോട് നിങ്ങൾക്ക് അങ്ങനെ വലിയ അല്ലേ, അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ മനസ്സിൽ തമ്മിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ മനസ്സിൽ കൊണ്ട് പൊരുത്തം. ഈ പൊട്ടം പറയുന്നിട്ടില്ലേ, എനിക്ക് ഈ വിവാഹം എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. കണ്ട, ഇങ്ങനെ കുറച്ച് താല്പര്യം വരുമ്പം ഒരുത്തിനെ കെട്ടും, എന്നിട്ടിപ്പം താല്പര്യം കോരുമ്പോൾ അവളെ ഒഴിവാക്കും, പിന്നെ വീണ്ടും ഇവളെ കെട്ടും. അപ്പം നീ അധികമൊന്നും ഇവനെ പ്രതീക്ഷിക്കണ്ട. ഇവൻ്റെ താല്പര്യം എന്താ നഷ്ടപ്പെടുന്നു, അന്ന് ഇവൻ നിൻ്റെ അടുത്തൊന്നും പോകും. ഒന്നിച്ച് താമസിക്കാം, ഒന്നിച്ച് ജീവിക്കാം, അതാണ് അല്ലേ. പക്ഷേ അത് പഴയ തലമുറക്ക് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നൊരു അവസ്ഥയല്ല. ബന്ധുക്കളെല്ലാം കൂട്ടിയിട്ട് ആഘോഷമായിട്ട് നല്ലൊരു വിവാഹം ഫസ്റ്റ് നടത്തിയവനാണ്. അപ്പോൾ ഇനിയിപ്പം ഈ 2ാം വിവാഹം ഒളിച്ചോടിയിട്ട് സ്നേഹിച്ചിട്ട് പ്രേമിച്ചിട്ടൊക്കെ കഴിക്കുന്ന വിവാഹം ഒരിക്കലും ഒരു ഫാമിലിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരൊരിക്കലും അംഗീകരിക്കില്ല. കാരണം എന്താ വെച്ചാൽ അവരെ നിങ്ങളിങ്ങനത്തെ ഓരോ തെറ്റുകൾ ചെയ്യുന്ന അവസരത്തിൽ ആ ഒരു ഫാമിലിക്കും കൂടെ ഒരു നാണക്കേടാണ്. പിന്നെ എവിടെ അവരത് അംഗീകരിക്കൽ. കല്യാണം കഴിക്കാത്ത ആൾക്കാരെ കാണുമ്പോൾ എല്ലാവർക്കും വേറെ എന്തോ ഒരു രീതിയിലാണ് നമ്മൾ നോട്ടോ കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പിന്നെ അത് മാത്രമല്ല, 2 വർഷം കൊണ്ട് നമ്മൾ പരസ്പരം മനസ്സിലാക്കി ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിടത്താണ് ഞങ്ങൾ താലി കെട്ടാൻ വേണ്ടി തീരുമാനിച്ചത്. ഇപ്പം ഇവളെ തിരിച്ചറിഞ്ഞത് കൊണ്ട് താലി കെട്ടി താമസിക്കാമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇവളെ താലി കെട്ടി. ഇനി ഇവർ രണ്ടാളും കൂടെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഇവന് മറ്റൊരുത്തിനെ ആയിട്ട് ഇവൻ പ്രേമിക്കും. ഇവൻ പ്രേമിച്ചിട്ട് മറ്റൊരുവളും കൂടിയായിട്ട് എന്താ പറയുക, ഒന്നിച്ച് താമസിക്കാനും ജീവിക്കാനും തീരുമാനിക്കുമ്പോൾ ഇവിടുന്ന് ഡിവോഴ്സായിട്ട് അപ്പുറത്തേക്ക് ചാടും. ഓൾമോസ്റ്റ് ബിഗ് ബോസ് കഴിഞ്ഞ ഉടനെ ചേട്ടൻ പറഞ്ഞതാ കല്യാണം കഴിക്കാം. പിന്നെ നമ്മളൊരു ഗ്യാപ്പ് എടുത്തതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ഉള്ളിൽ വെച്ച് കെട്ടണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. സീസൺ 7 ബിഗ് ബോസ് അല്ലേ. ഈ പ്രാവശ്യം എന്താന്ന് മാരേജ് ബ്യൂറോ ആട്ടാ. കാരണം അവിടെ പോയ ഒരുവിധ ആൾക്കാരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കൽ, കല്യാണം കഴിക്കാൻ തീരുമാനിക്കൽ, ഒളിച്ചോട്ടം തീരുമാനിക്കൽ, അങ്ങനെയെല്ലാം ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം മോഹൻലാൽ വെച്ച സീസൺ 7 ബിഗ് ബോസ് അതെന്താ മാരേജ് ബ്യൂറോ ഓഡിറ്റോറിയ. അതിൻ്റെ ആ ഫാമിലി റൗണ്ടിൽ തൊട്ട് മുമ്പാണ് ഞാൻ ഔട്ടായത്. അല്ലെങ്കിൽ ആ ഫാമിലി റൗണ്ടിൽ ഇവിടെ വരുമ്പം ഇത് അവിടെ വെച്ച് നടന്നു. ബിഗ് ബോസുകാർക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്, മിസ് ചെയ്ത ആ ഒരു മൂമെൻറ്റ്. അത് നമ്മളേതായാലും ഇങ്ങനെ ആക്കി വളരെ സിമ്പിളായിട്ട് നിങ്ങളെല്ലാവരും വന്ന വലിയ സന്തോഷമാണ്. ഗുരുവായൂർ വെച്ച് നടത്താനുള്ള കാരണം അത് ഞാൻ പറയാം. പക്ഷേ ഞാനൊരു കൃഷ്ണ ഡിയോട്ടിയാണ്. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ഗുരുവായൂർ അമ്പലത്തിൽ മനസ്സിനെ വരാറുണ്ട്. അപ്പം ഇവിടെ വന്നിട്ട് തന്നെ ചെയ്യണം എന്നുള്ളത് നമ്മളിങ്ങനെ നോക്കിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ കൃഷ്ണൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ താലി കെട്ടാൻ തോന്നൽ വളരെ സന്തോഷം. അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നിൻ്റെ ഈ ഹസ്ബൻഡായ ഈ ഇവൻ വേറെ വഴി തെറ്റി പോകാതിരിക്കാനും മറ്റൊരുവളെ സ്നേഹിച്ചിട്ട് കല്യാണം കഴിക്കാതിരിക്കാനും ഗുരുവായൂർ കൃഷ്ണൻ പിന്നെ കാത്തുരക്ഷിക്കട്ടെ. ഇനി എങ്കിലും നല്ല മനസ്സോടുകൂടി നിങ്ങൾ രണ്ടാളും കൂടി സന്തോഷത്തിൽ ജീവിക്കാനും കൂടി കൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ.
ഇവിടെ വന്ന് തന്നെ ചെയ്യാൻ വിചാരിച്ചു. ഭയങ്കര ഗുരുവായൂരപ്പ ഭക്തിയാണ്. എപ്പോഴായാലും വീട്ടിൽ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ കുഞ്ഞ് ഇതുണ്ട്. എന്തെങ്കിലും വിഷമമൊക്കെ വരുന്ന സമയത്ത് ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറയുന്ന കാണാം. എന്തൊക്കെയാണ് അവർ സംസാരിക്കുന്നത് എനിക്കറിയില്ല, അത് അവരുടെ വിഷയം. അത്രക്ക് എന്തൊരു സന്തോഷമാണ് മണവാളന്. അങ്ങനത്തെ ഒരാളെ കല്യാണം കഴിച്ചൊരു അതിലൊരു കുട്ടി ഉണ്ടായിട്ട് അതിനെ ഉപേക്ഷിച്ച് വന്നിട്ട് രണ്ടാമത്തോളെ കല്യാണം കഴിക്കുന്ന ഒരു കുറ്റബോധം ഇയാളെ മനസ്സിലേ ഇല്ല. ഈ ആണുങ്ങൾ ഇങ്ങനെയാണല്ലേ, മനസ്സ് കരിങ്കല്ല്. എല്ലാ ആണുങ്ങളും ഞാൻ പറയുന്നില്ല, പ്രത്യേകതരം ആണുങ്ങളുണ്ട്. ചില ആണുങ്ങൾ പെണ്ണുങ്ങളാകാട്ടിയും നല്ലൊരു മനസ്സിലെ ആണുങ്ങളും ഉണ്ട് ലോകത്ത്. ഇനിയുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അടുപ്പമുള്ള ഒരാളാണ് ഉണ്ണിക്കണ്ണനുമായിട്ട്. അപ്പം അവരുടെ കൃഷ്ണൻ്റെ മുമ്പിൽ വെച്ചിട്ട് അല്ലേ അതെ, കെട്ടാൻ സാധിച്ചതിന് വലിയ സന്തോഷം. സന്തോഷം. മതി. 2 കൊല്ലം തിന്നാണ്ട് കുടിക്കാണ്ട് ഉറങ്ങാണ്ട് പ്രേമിച്ചവരാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഈ കൊമ്പും തൂക്കി പിടിച്ചിട്ട് അവരെ ശല്യം ചെയ്യാണ്ട് അവരൊന്ന് ഒഴിവാക്ക്. അവരൊന്ന് പോയിട്ട് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങി ജീവിക്കട്ടെ. അതുകൊണ്ട് ഇനി ആരും ശല്യപ്പെടുത്താതിരിക്കുക. അവളതിൽ പറഞ്ഞിട്ട് മതി, ഇന്നത്തെ ആ ഒരു നിങ്ങളെ ചോദ്യാന്വേഷണമൊക്കെ മതി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഗോഡ് ബ്ലെസ് യു.